ഹലോ, നമസ്കാരം. കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ ക്യാമ്പസിലെ ഒരു റിസർച്ച് പാർക്കിനെ സിലിക്കൺ വാലിയാക്കി മാറ്റിയ ഒരു മാന്ത്രികനുണ്ട്. പേര് ഫ്രെഡറിക് ടെർമാൻ എന്നാണ്. ഈ ഫ്രെഡറിക് ടെർമാൻ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു. ഞാൻ മാന്ത്രികൻ എന്ന് പറഞ്ഞത് അല്പം അതിശയോക്തി കലർന്നൊരു പദമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു മാന്ത്രികനൊന്നുമായിരുന്നില്ല. വിഷനുള്ള ഒരു പ്രൊഫസറായിരുന്നു. കാഴ്ചപ്പാടുകളുള്ള ഒരു പ്രൊഫസർക്ക് ഒരു സർവകലാശാലയുടെ പരിസരത്തെ സിലിക്കൺ വാലിയാക്കി മാറ്റുന്നതിന് സാധിച്ചുവെങ്കിൽ ഐഡിയ ഈസ് ദ കിങ്, കണ്ടൻറ്റ് ഈസ് ദി പ്രിൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐഡിയയുമായിട്ട് വന്ന ഒരാളെ ഞാൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. ടാൽഡ്രോപ്പ് എന്ന ടെക് കമ്പനിയുടെ CEO ആയ സഫീർ നജ്മുദ്ദീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സഫീർ, വെൽക്കം. ഞാൻ ഇത്രയും വലിയ ബിൽഡപ്പ് കൊടുത്തത് പ്രേക്ഷകർക്ക് ഈ സിലിക്കൺ വാലിയും ടാൽഡ്രോപ്പും തമ്മിൽ എന്താണ് ബന്ധമെന്ന് പറയാൻ വേണ്ടിയാണ്. ഇനി ആ ബന്ധം കൂടി ഞാൻ പറയാം. അമേരിക്കയിലെ കാലിഫോർണിയയെ ഒരു വലിയ രീതിയിൽ സിലിക്കൺ വാലിയാക്കി മാറ്റുന്നതിന് പിന്നിൽ ഫ്രെഡറിക് ടെർമാൻ പ്രവർത്തിച്ചതുപോലെ ടാൽഡ്രോപ്പ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു നഗരത്തെ സിലിക്കൺ വാലിയാക്കാനല്ല, കേരളത്തിൻ്റെ ഗ്രാമങ്ങൾ സിലിക്കൺ വാലിയായി മാറുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചുമ്മാ പുളുപടിക്കാതെ ചേട്ടാ എന്നായിരിക്കും നിങ്ങൾ പറയുക. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത തിരിച്ചറിഞ്ഞാണ് എൻ്റെ ഒപ്പം ടാൽഡ്രോപ്പിൻ്റെ CEO ആയ സഫീർ നജ്മുദ്ദീൻ ഇരിക്കുന്നത്. സഫീർ, ഇത് പ്രേക്ഷകർക്കൊരു സംശയം തോന്നുന്നത് ചുമ്മാ കുറേ നിങ്ങൾ ഉഡായിപ്പ് പറയല്ലേ എന്നാണ്. പക്ഷേ ഇത് സാധ്യമാണ് എന്ന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ടാൽഡ്രോപ്പ് തെളിയിച്ചുകൊണ്ടിരിക്കുക. 2015 ഇങ്ങനെ ഐഡിയ കിട്ടുന്നത്. ഇപ്പോൾ 2024 10 വർഷം. എങ്ങനെയാണ് ഈ സിലിക്കൺ വാലി ഗ്രാമങ്ങളിൽ എന്ന് പറയുന്നൊരു ടാഗ് ലൈൻ അങ്ങനെ ചിന്തിക്കാനുള്ള ധൈര്യം കിട്ടിയത് ഇവിടെ നിന്നാണ്? ശരിക്കും 2015 അപ്പോൾ എനിക്ക് ആ സമയത്ത് ആമസോൺ പോലെ ഫേസ്ബുക്ക് പോലത്തെ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കാൻ അറിയാം. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, എത്തിക്കൽ ഹാക്കറാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചിന്ത വന്നു, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ആരും ആമസോൺ ഉണ്ടാക്കാത്ത, ഫേസ്ബുക്ക് ഉണ്ടാക്കാത്ത? നമുക്കറിയാം, നമുക്ക് ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും സൈബർ പാർക്കും സ്റ്റാർട്ടപ്പ് ഹബും എല്ലാം ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജസും MBA കോളേജസും എല്ലാം ഉള്ള നമ്മുടെ നാട്ടിൽ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മാൻ പവർ ഉള്ള, ടെക്നോളജിയിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഈ രാജ്യങ്ങളിലൊക്കെ പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്നേവരാരും ഒരു ആമസോൺ ഉണ്ടാക്കിയിട്ടില്ല, ഒരു ഫേസ്ബുക്ക് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് മാർക്ക് സുക്കർബർഗ് എന്നുള്ള 19 വയസ്സുകാരന് ഫേസ്ബുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്, ജെഫ് ബെസോസിന് ആമസോൺ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അവിടെ അമേരിക്കയുടെ കാലിഫോർണിയയിൽ ആ സിലിക്കൺ വാലി എന്ന് പറയുന്ന ഒരു എക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥ, അവിടേക്കൊരു 19 വയസ്സുകാരൻ വരുമ്പോൾ അന്ന് ആ ലോകത്തെ എനിക്ക് കണക്ട് ചെയ്യാൻ ഒരു സോഷ്യൽ മീഡിയ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ആ ആശയം ഇന്ന് മെറ്റയായിട്ട് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, ഇതേ മാർക്ക് സുക്കർബർഗ്മാർ നമുക്കുണ്ട്, സ്റ്റീവ് ജോബ്സുമാരും ഇലോൺ മസ്കുമാരും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് കേവലം ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമേ ആവും, ഒരു സോഷ്യൽ മീഡിയയുടെ ജസ്റ്റ് സോഫ്റ്റ്വെയർ മാത്രമേ ആവുള്ളൂ. ഒരിക്കലും അതെന്താകില്ല, ഫേസ്ബുക്ക് ആകില്ല, അത് ആമസോൺ ആകില്ല. അവിടെ ടാൽഡ്രോപ്പിൻ്റെ റിയലൈസേഷൻ, നമ്മൾ ഒരു സ്റ്റാർട്ടപ്പിൽ ഇറങ്ങി വർക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല, നമ്മൾ ആദ്യം ആ ഒരു ആവാസ വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. അതായത് ഒരു എൻ്റർപ്രനർ ഉണ്ടാവും, അവിടെ ഐഡിയ ഉള്ള ഒരാളായിരിക്കാം, പക്ഷേ അതിനുള്ള ടെക്നോളജി ഉണ്ടാവണമെന്നില്ല. ടെക്നോളജി ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സാമൂഹിക സാഹചര്യമോ ഭൗതിക സാഹചര്യമോ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, എക്കോസിസ്റ്റം. ആ എക്കോസിസ്റ്റം ബിൽഡപ്പ് ചെയ്യുക എന്നതാണ് ടാൽഡ്രോപ്പ്. ടാലൻറ്റിനെ റോപ്പ് ചെയ്യുക. ആ ടാലൻറ്റിനെ റോപ്പ് ചെയ്യുന്നൊരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ വളരെ ലളിതമായി നമുക്ക് പ്രേക്ഷകർക്ക് എങ്ങനെ വിശദീകരിച്ചു കൊടുക്കാം? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കല്ലറയാണെന്ന് തോന്നുന്നു സഫീർ നജ്മുദ്ദീൻ്റെ വീട്, അല്ലേ? പാങ്ങോട് കല്ലറ. ആ പാങ്ങോട് കല്ലറ ഒരു കൊച്ചു ഗ്രാമമാണ്. ആ പാങ്ങോട് ഗ്രാമത്തെ മുൻനിർത്തിക്കൊണ്ട് ആ ഗ്രാമത്തെ നിങ്ങൾ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത്? അതെ, ഇവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ മാർക്ക് സുക്കർബർഗിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉള്ള ആൾ ഈ പാങ്ങോട് ഗ്രാമത്തിലുള്ള ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ ഒരു സ്റ്റാർട്ടപ്പ് ഭയങ്കര ലെവലിലേക്ക് സക്സസ് ആകണം, ഒരു 7 സ്റ്റേജുകളിലൂടെ കടന്നു പോകണമെന്ന് നമ്മൾ പറയുന്നത്. ഒന്ന്, അതിൻ്റെ ഐഡിയ, അത് വാലിഡേറ്റ് ചെയ്ത് ഐഡിയ ഷേപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഇതിനൊരു ടീം ഡെവലപ്പ് ചെയ്യണം, ഇവർക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കണം, ഇവർക്ക് അതിൻ്റെ ലീഗൽ സപ്പോർട്ട്, അത് സ്റ്റാർട്ട് ചെയ്യേണ്ട സംവിധാനം കൊടുക്കണം. പിന്നെ അതിൻ്റെ ഒരു ഫണ്ടിങ് ഉണ്ട്. പിന്നെ ഐഡിയനെ എക്സിക്യൂട്ട് ചെയ്ത് അതിനെ സ്കെയിൽ ചെയ്യണം. ഈ 7 സ്റ്റേജുകളാണ് സത്യത്തിൽ ഒരു ബേസിക് കോൺസെപ്റ്റ്, ഒരു ഐഡിയനെ വലിയ സ്റ്റാർട്ടപ്പ് ആയിരിക്കും മാറ്റുന്നത്. ഇത് 7 പക്ഷേ പലപ്പോഴും 7 ഇടത്തായിരിക്കും. ഇതൊന്നും ഒരിക്കലും ഒരാൾ ഇപ്പോൾ പാങ്ങോട് ഗ്രാമത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വന്നു, അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ ഇറങ്ങി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് വരുമ്പോൾ ഈ കാര്യങ്ങളൊന്നും എന്തല്ല, അവർക്ക് അനുകൂല സാഹചര്യത്തിലല്ല. അവരുടെ ആശയം ഭയങ്കര ആശയമായിരിക്കാം, പക്ഷേ അവർക്ക് ഫണ്ട് കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ അവർക്കൊരു ടീം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി, ഏർലി സ്റ്റേജ് അവർക്ക് കുറേ യൂസേഴ്സ് വേണം, അത് ആരും ട്രൈ ചെയ്ത് നോക്കാൻ പോലും തയ്യാറാവില്ല. അപ്പോൾ ഈ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും വന്നാലേ കുറേ ഓർഗാനിക് എലമെൻറ്റ്സ് ആണ്, അത് മുഴുവൻ ഉണ്ടായി വന്നു കഴിഞ്ഞാലേ ഈ മെറ്റ ഉണ്ടാവും, അല്ലെങ്കിൽ ആമസോൺ ഉണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എക്കോസിസ്റ്റം എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി. പക്ഷേ അപ്പോഴും അത് ഏത് തലത്തിലാണ് കൊടുക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കൊടുക്കുന്നത് 30 വയസ്സ് കഴിഞ്ഞവർക്കാണോ, 50 വയസ്സ് കഴിഞ്ഞവർക്കാണോ? ഇതൊരു പോസ്റ്റ് റിട്ടയർമെൻറ്റ് പരിപാടിയാണോ? അല്ല. ഇത് കൊടുത്തു തുടങ്ങുന്നതും എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാക്കാൻ പോകുന്നതും
വളരെ ചെറുതിലേ 10 വയസ്സ് മുതലേ ടാലൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ. അപ്പം യങ്സ്റ്റേഴ്സിലേക്കാണ്, ക്യാച്ച് ദം യങ് എന്നാണല്ലോ പ്രയോഗം. അപ്പോൾ സ്കൂളുകളിലേക്കാണ് പോകുന്നത് അല്ലേ? അതെ, ആദ്യം സ്കൂളുകളിലാണ്, കോളേജുകളിലാണ്. കാര്യം നമ്മുടെ എഡ്യൂക്കേഷൻ എക്കോസിസ്റ്റത്തിൽ വലിയൊരു മാറ്റം വരേണ്ടതുണ്ട്. കാര്യം നമുക്കറിയാം, നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ 4ാമത്തെ കാലഘട്ടമാണ്. മെഷീൻ കണ്ടുപിടിച്ച കാലഘട്ടം കഴിഞ്ഞു, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച കാലഘട്ടം കഴിഞ്ഞു, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു, ഇപ്പോൾ AI കാലഘട്ടത്തിലാണ്. പക്ഷേ നമ്മുടെ സിലബസ് ഇപ്പോഴും എവിടെയാണ്, നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അന്ന് ക്ലറിക്കൽ ജോബിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു സിലബസ്, ആ സിലബസ് കുറേ കാലത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്ലർക്കുമാരുണ്ടാക്കുന്ന അതേ സ്ട്രക്ചറിൽ തന്നെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് വന്നാലും കുട്ടികൾക്ക് വെബ്സൈറ്റ് പോലും ഉണ്ടാക്കാൻ അറിയാത്തൊരു സാഹചര്യം വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ക്ലർക്കിനാണ് അവിടെ എന്താണ് ബൈഹാർട്ട് ചെയ്യാൻ കഴിയുന്ന, ലിറ്ററസി എഴുത്തും വായനയും അറിയാവുന്ന, കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ക്ലർക്കുമാരുണ്ടാക്കുന്ന ഒരു മെക്കാനിസം നമ്മുടെ സിലബസിൻ്റെ കോർ. അതുകൊണ്ടാണ് സത്യത്തിൽ നമുക്ക് എഞ്ചിനീയേഴ്സും സയൻറ്റിസ്റ്റും ഓണ്ടർപ്രണേഴ്സും ഒന്നും ഉണ്ടാകാത്തത്. നമ്മുടെ സിലബസിൽ അങ്ങനെ ഒരു മെക്കാനിസം ഇല്ല. ഇവിടെ ടാലൻറ്റ് പറയുന്നത് നമുക്കൊരു വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പം യൂത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 40% അത് ഫിക്സ് ചെയ്യണമെങ്കിൽ എന്ത് തന്നെ എഡ്യൂക്കേഷൻ എക്കോസിസ്റ്റത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ പരിഹാരം കൊണ്ടുവരണം. മാത്രമല്ല, പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ നമ്മൾ ഇന്ത്യയിലെ തന്നെ യൂത്തിൻ്റെ ഡിവിഡൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരാശരി പ്രായം 29 ഒരു പക്ഷേ ലോകത്ത് വേറൊരു രാജ്യത്തും ഇല്ലാത്ത വലിയ ഒരു യൗവനത്തിൻ്റെ കരുത്ത് നമുക്കുണ്ട്. ചൈനയിലാണെങ്കിൽ അത് 37, ജപ്പാനിലേക്ക് വന്നാൽ അത് 48, ഇന്ത്യയിലത് 29. അപ്പോൾ 29 വയസ്സാകുമ്പോഴേക്കും നിങ്ങളൊരു എൻ്റർപ്രനർ ആവുന്നു, ടെക്നോളജിക്കലി സ്കിൽഡ് അയാളായിത്തീരുന്നു. പക്ഷേ ടാലൻറ്റ് അതിനു മുൻപേ കടന്നു ചിന്തിക്കുന്നു. 14-15 വയസ്സാകുമ്പോഴേക്ക് ബേസിക് സ്കിൽ ഓൾറെഡി അവൻ പഠിച്ചിട്ടുണ്ട്. അതെ, ഈ 10 വയസ്സെന്നൊക്കെ പറയുന്ന സമയം ഒരു കുട്ടിയുടെ ബ്രെയിൻ ഏറ്റവും അഗ്രസീവായിട്ട് ചിന്തിക്കുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മൾ എന്ത് കോണ്ടന്റ് കൊടുക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലസാഗ് ഉസാഗയും അല്ലെങ്കിൽ പഴശ്ശിരാജയുടെ ഡേറ്റ് ഓഫ് ബർത്തും ടിപ്പു സുൽത്താൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെയാണ് കുട്ടി കൊടുക്കുന്നതെങ്കിൽ അത് തന്നെയായിരിക്കും ഔട്ട്കം വരാനും പോകുന്നത്. പകരം ഈ കുട്ടിക്ക് നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്ന കുട്ടിയാണോ, ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഡിസൈനർ ആകണം, ഓണ്ടർപ്രണർ ആകണം. നല്ല കമ്മ്യൂണിക്കേഷനുള്ള കുട്ടികൾക്ക് ഓണ്ടർപ്രണേഴ്സ് ആയിട്ടും കമ്മ്യൂണിക്കേഷനിലും എക്സ്പേർട്ട് ആവണം. ടെക്നിക്കലി ആണോ കുട്ടി ബ്രില്യൻറ്റ് എങ്കിൽ അതിലേക്ക് ആ കുട്ടി വരണം. അപ്പോൾ ഒരു കുട്ടിയുടെ ടാലൻറ്റ് എന്താണെന്ന് നമുക്ക് ആ കുട്ടിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ബിലോ ആവറേജുകൾ ഉണ്ടാകപ്പെടും. കറക്റ്റ്. പഴശ്ശിരാജയുടെ അമ്പുവില്ലിനെ കുറിച്ച് നമ്മൾ പഠിക്കും, വളരെ കൗതുകത്തോടെ കഥ കേട്ടിരിക്കും, ശരിയാണെന്ന് പഠിക്കേണ്ടതാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും ചില അമ്പുവില്ലുകളുണ്ട്. ആ അമ്പുവില്ലുമാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ആ ടെക്നോളജിയെക്കുറിച്ച് പഠിക്കുക മാത്രമല്ല, ആ ടെക്നോളജി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. പക്ഷേ അത് നിലവിലുള്ളൊരു എഡ്യൂക്കേഷനെ നിങ്ങൾ യഥാർത്ഥത്തിൽ മാറ്റുകയല്ല. നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ. നമ്മുടെ പ്രൈമറി വിദ്യാഭ്യാസം, നമ്മളുടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലൊക്കെ മികച്ചതാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കേരളത്തിലുണ്ട്. പക്ഷേ എന്നാൽ ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെ കൂടി നമ്മൾ അഡ്രസ് ചെയ്യാൻ. അതായത് നമ്മൾ പറയുന്നത് ഇപ്പോൾ സ്കൂളുകളും കോളേജുകളിൽ നിന്നും കുട്ടികൾ പോകണ്ട, ഇത് ഡ്രോപ്പ് ചെയ്ത് വരാൻ പറഞ്ഞാൽ ഇതൊരു ഭയങ്കര വേറൊരു ലോകത്തിലേക്ക് പോകും. കാര്യം ഭയങ്കര മോശകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. പകരം ഈ സ്കൂളുകളിൽ എന്താണ് പ്രശ്നം, ഇൻഡസ്ട്രി അക്കാഡമിക് ഗ്യാപ്പ്, അതാണ് പ്രശ്നം. ആ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ബാക്കി എല്ലാ സൗകര്യങ്ങളോടും ഉണ്ട്. അവിടെ ഫാക്കൽറ്റി കോർഡിനേറ്റ് ചെയ്യാനുണ്ട്, വിദ്യാർത്ഥികൾ വരുന്നു, അവർ ഒരുമിച്ചിരിക്കുന്നു, വ്യത്യസ്ത ആളുകൾക്കുണ്ട്, ലോകം കാണാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്താ ഒരു മിസ്സിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുമായിട്ട് ഇവിടെ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾ ജസ്റ്റ് ഒരു ക്ലറിക്കൽ ആസ്പെക്ട്സിൽ മാത്രം പഠിച്ചങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ, സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കി അതിനൊരു എക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുത്താൽ കുട്ടികൾ അതിൽ ഏറ്റവും മികച്ചവരായിട്ട് മാറും. കോളേജിൽ ഒന്നുകിൽ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ അവർ എംപ്ലോയി ആകണം, അല്ലെങ്കിൽ എംപ്ലോയർ ആകണം. അപ്പോൾ നമ്മൾ എന്താണ് എക്കോസിസ്റ്റം എന്നുള്ളത് പരിചയപ്പെട്ടു. 2, ആ എക്കോസിസ്റ്റത്തിൽ എഡ്യൂക്കേഷനിൽ എങ്ങനെയാണ് ആ മാറ്റം വരുത്താൻ പോകുന്നത്. ഇൻഡസ്ട്രിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള വലിയൊരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിനെ നിങ്ങൾ എങ്ങനെ ബ്രിഡ്ജ് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം വരും. അതിൽ ടെക്നോളജി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ടെക്നോളജിയെ നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുക. ഉദാഹരണത്തിന് ഇപ്പോൾ പാങ്ങോട് കല്ലറയിൽ പോയിട്ട് നിങ്ങൾ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞാലോ, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞാലോ, നാട്ടുകാർക്ക് അത് പെട്ടെന്ന് വിശ്വാസം വരണമെന്നില്ല. അപ്പോൾ ഒരു ടെക്നോളജി ഒരു ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾ എങ്ങനെയായിരിക്കും ടെക്നോളജി സ്വീകരിക്കുക, അതിനെ എങ്ങനെയാണ് നമ്മൾ കൺവിൻസ് ചെയ്യുക? അതെ, 2 ആസ്പെക്റ്റാണ് ടെക്നോളജി. നമ്മൾ ടെക്നോളജി കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്, 2 ക്രിയേറ്റർ എന്നുള്ളൊരു ആസ്പെക്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 40 വയസ്സിന് മുകളിലുള്ള ആളുകളോട് നമ്മൾ പറയണം, ഇവർക്ക് ഈ ടെക്നോളജി ഉപയോഗിക്കാൻ വേണ്ടി അവരെ പര്യാപ്തമാക്കുക, അവർക്ക് ഒരു ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാര്യം ഒരു പുതിയ യങ്സ്റ്റേഴ്സ് ഒരു സ്റ്റാർട്ടപ്പ് കൊണ്ടുവരുമ്പോഴേക്ക് അത് നല്ല കൺവീനിയൻസ് ഉള്ള സംവിധാനമാണെന്ന് പറയുമ്പോൾ ഇതെനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാ ഇന്നോവേഷനും പരാജയപ്പെടും. അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ലെവലിലേക്ക് ഒരു സമൂഹത്തെ ഡിജിറ്റലി അവെയർ ആക്കുക, ഡിജിറ്റൽ ലിറ്ററസി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ പറയുന്നത് ക്രിയേറ്റർമാരുണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻവെൻഷൻ, ഇപ്പോൾ ഒരാൾ സ്പെക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്, അയാൾക്ക് സാധാരണ ആളുകൾ കാണുന്നത് പോലെ കാണാൻ കഴിയില്ല. അപ്പോൾ അന്ന് ഇതൊരാൾ ഇൻവെൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിലോ, ദെൻ അതൊരു കമ്പനി പ്രൊഡക്ഷൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിലോ, നമ്മളിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിലോ, നമുക്ക് കംപ്ലയിൻറ്റ് വരുമ്പോൾ സർവീസ് തന്നിട്ടില്ലായിരുന്നെങ്കിലോ. ഇപ്പോൾ നമ്മൾ എയർ കണ്ടീഷൻ എടുത്താൽ നമ്മളിപ്പം വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിൽ നല്ലൊരു അന്തരീക്ഷത്തിൽ ഇരിക്കുന്നത് എയർ കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആരോ ഇത് ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്.
ആരോ അത് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്, ആരോ നമ്മളിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ആരോ അത് നമുക്ക് സർവീസ് തരുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനൊരു സംവിധാനത്തെ കുറിച്ച് നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചിട്ടുണ്ട്. AC ഇതൊരു സംവിധാനം വരുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ചൂടിൽ ഇത് രക്ഷ നേടാൻ ഇങ്ങനൊരു സാങ്കേതിക ഉണ്ടെന്ന് പണ്ട് കാലത്ത് ആരോ അറിയിച്ചിരുന്നു, അത് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. അവിടെയാണ് ഒരു ഗ്രാമത്തിലേക്ക് ഈ ടെക്നോളജി നിങ്ങൾ കൊണ്ടുവരുമ്പോൾ, അപ്പോൾ കൺസ്യൂമറായിട്ട് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ ഈ മൊബൈൽ ഫോണിലെ ആപ്പ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സാധനങ്ങൾ വാങ്ങുന്ന ഒരു സിനിമ കാണുന്നവരെ നമ്മളിപ്പോൾ ഈ ആപ്പിനകത്തായി കഴിഞ്ഞു. അത് ഗ്രാമങ്ങൾ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അതെ, കാരണം ഈ റിസൾട്ട് കാണുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ ഇതുപോലുള്ള കോൺസെപ്റ്റുകൾ ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് വേണ്ടിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ സ്റ്റാർട്ടപ്പുകളിലേക്ക് വരുമ്പോഴാണ് എന്താണ് ഗ്രാമങ്ങളിൽ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഗ്രാമങ്ങളിലെ കുട്ടികൾ, സ്കൂളിലെയും കോളേജിലെയും കുട്ടികൾക്ക് എനിക്കും ഇതുപോലുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലുള്ള ടെക്നോളജി കോൺസെപ്റ്റിലേക്ക് വരണം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നു. കൺസ്യൂമേഴ്സ് ആകുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ ഉപയോഗിച്ചോളൂ. ഇപ്പോൾ സ്മാർട്ട് ഫോൺ തന്നെ നമുക്കറിയാം, ചെറുകുട്ടികളുടെ ഫോട്ടോ കാണണമെങ്കിൽ വാട്സാപ്പിലുണ്ട്, ഫേസ്ബുക്കിലുണ്ടെന്ന് കാണുമ്പോൾ എല്ലാവരും നിർബന്ധിതരായിട്ട് അത് ഉപയോഗിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ശീലിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യക്കാർ ഒരാൾ ഉപയോഗിക്കുന്ന കാണുമ്പോഴേക്കും മറ്റുള്ളവർ അതിനെ ഫോളോ ചെയ്ത് കൺസ്യൂമേഴ്സ് ഉണ്ടാവും. ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെയാണ്. നമ്മളൊരു 10 ക്രിയേറ്റർമാരൊക്കെ നമ്മളിപ്പോഴും പറയുന്നത് ഇലോൺ മസ്ക് 100 ഇലോൺ മസ്ക് വേണ്ട, ഒരാൾ മതി, ജാക്മ ഒരാൾ മതി, അല്ലെങ്കിൽ മാർക്ക് സുക്കർബർഗ് ഒരാൾ മതി. ആ ആൾ സത്യത്തിൽ ഗ്രാമത്തിലുണ്ട്. ആ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ അവരെ പിക്ക് ചെയ്ത് അവരെ നമ്മൾ വിശ്വസിപ്പിക്കണം, നമുക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിപ്പിക്കണം. 2 നമ്മൾ എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുമെന്ന് അവരെ പഠിപ്പിക്കണം. 3 അവർക്ക് വേണ്ട ആവാസ വ്യവസ്ഥ, എക്കോസിസ്റ്റം ഒരുക്കി കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുണ്ടാക്കുന്നത് വലിയ കോൺസെപ്റ്റുകളായിട്ട്, വലിയ റിസൾട്ടുകളായിട്ട് മാറും. അപ്പോൾ അത് ഇൻസ്പയർ ചെയ്തുകൊണ്ട് അടുത്ത തലമുറ സ്വാഭാവികമായി ഫോളോ ചെയ്യും. ഇതാണ് നമ്മൾ പറയുന്ന 2 ആസ്പെക്റ്റ്. കൺസ്യൂമേഴ്സിന് ഡിജിറ്റൽ ലിറ്ററസി കൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്യണം. ഇപ്പുറത്ത് നമ്മൾ ക്രിയേറ്റർമാരെ വളരെ ചെറിയ പ്രായത്തിലേ പിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. പക്ഷേ ന്യായമായും ഒരു സംശയം ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ഗൂഗിൾ പോലൊരു കമ്പനി, ഇപ്പോൾ പറഞ്ഞ ആമസോൺ പോലൊരു കമ്പനി, ഇപ്പോൾ ഈ കമ്പനികളൊക്കെ ഉണ്ടാവുന്നതിന് പറ്റുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം അതാത് രാജ്യങ്ങളിലുണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് അതുണ്ടോ എന്നതാണ് ചോദ്യം. നമ്മുടെ സംസ്ഥാനം ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പുകളുള്ളൊരു സംസ്ഥാനമാണ്. ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 സ്റ്റാർട്ടപ്പ് ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റാണ്. പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പലരും പറയും ഇവിടെ ഒരു സംരംഭം തുടങ്ങുന്നതിൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പൊതുവേ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ചില സംരംഭങ്ങൾ ഇവിടെ തുടങ്ങാറുമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളുടെ സംസ്ഥാനത്തെ ഈ സാമൂഹിക ജീവിതത്തെ ഈ സംരംഭക സൗഹൃദമാക്കി മാറ്റാൻ ടാൽഡ്രോപ്പ് അതൊരു പ്രധാനപ്പെട്ട ചലഞ്ച് അല്ലേ? ആ അർത്ഥത്തിൽ ഒരു ഫ്രം ആൻ ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവ്. അതെ, ഇപ്പോൾ 2015 ടാൽഡ്രോപ്പ് തുടങ്ങുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ 2015 നമ്മൾ പറയുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമുക്ക് ഇവിടുന്ന് ഗൂഗിൾ പോലൊരു കമ്പനി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതായിരുന്നു ടാൽഡ്രോപ്പ് പറയുന്ന ആശയം. അപ്പം നമ്മൾ പറഞ്ഞത് ഇതുപോലൊരു ഗൂഗിൾ പോലൊരു കമ്പനി നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, അപ്പോൾ ഈ ഗൂഗിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ്, മെറ്റ, ടെസ്ല എന്ന് പറയുന്ന ഒരു അമേരിക്കയുടെ മാത്രം പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കമ്പനിയല്ല. ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ച് അതിനുവേണ്ട ഇൻവെൻഷൻ കൊണ്ടുവരുന്ന, അതിനുവേണ്ടി പ്രൊഡക്ഷൻ കൊണ്ടുവരുന്ന, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, അതിനുവേണ്ട സർവീസസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഇവരൊക്കെ. അപ്പോൾ ഇതുപോലൊരു ടെക്നോളജി കമ്പനി ആവുക എന്നുള്ളതാണ് ടാൽഡ്രോപ്പിൻ്റെ എയിം. 2030 ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ പോലെ വേൾഡ് 193 രാജ്യങ്ങൾക്കും സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനിയാകണം. അപ്പോൾ അതിനെന്ത് വേണം? അതിന് കാലിഫോർണിയ പോലെ ഒരു ആവാസ വ്യവസ്ഥ ഇവിടെ രൂപപ്പെട്ട് വരണം. അതിനാണ് ടാൽഡ്രോപ്പ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ ടാൽഡ്രോപ്പ് കേരളം മുഴുവൻ പോയി പഠിക്കാനാണ് പോയത്. ഈ ഒരു 10 വർഷം ടാൽഡ്രോപ്പ് എടുത്തത് കാസർഗോഡ് ചെന്നു. കാസർഗോഡുള്ള 5 അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസികൾ, തൃക്കരിപ്പൂരും, മുതുമയും, കാഞ്ഞങ്ങാടും, മഞ്ചേശ്വരവും, കാസർഗോഡൊക്കെ നമ്മൾ 5 മണ്ഡലങ്ങളിൽ നിന്ന് അവിടെ പഠിച്ചെടുത്തതിന് ശേഷം കാസർഗോഡ്, അപ്പോൾ ഈ 20 പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൻസികളായിട്ടാണ് ടാൽഡ്രോപ്പ് തിരിച്ചത്. കാര്യം കറക്റ്റ് പ്രൊപ്പോസിഷനാണ്. ഓരോന്നും 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസി വീതമുണ്ട്. അപ്പോൾ കറക്റ്റ് പ്രൊപ്പോസിഷൻ മനസ്സിലാക്കി 20 റീജിയണൽ ഓഫീസുകളായിട്ട് നമ്മൾ കേരളത്തെ മാറ്റി. ടാൽഡ്രോപ്പിൻ്റെ 20 റീജിയണൽ ഓഫീസ്. അതിൻ്റെ താഴെ ഓരോ നിയോജക മണ്ഡലത്തിലും ടാൽഡ്രോപ്പ് ടെക്കീസ് പാർക്ക് എന്നൊരു പ്രോജക്റ്റ് തിരഞ്ഞെടുക്കുന്ന ഒരു സ്കൂളിലോ കോളേജിലോ 1 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ വരുന്ന ടെക്കീസ് പാർക്ക് എന്നൊരു പ്രോജക്റ്റ് ആക്കി. അതിൻ്റെ താഴെ 941 പഞ്ചായത്തിലും 87 മുനിസിപ്പാലിറ്റിയിലും 6 കോർപ്പറേഷനിലായിട്ട് ഏകദേശം 1064 വില്ലേജ് പാർക്കുകളാക്കി ടാൽഡ്രോപ്പ് കറക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കേരളത്തെ മനസ്സിലാക്കിയാണ്. അപ്പം അപ്രോക്സിമേറ്റ്ലി ഒരു 19,489 വാർഡുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഈ വാർഡുകളിലേക്ക് ടാൽഡ്രോപ്പിൻ്റെ ഈ കോൺസെപ്റ്റ് ഓരോ വീടുകളിലെ ഓരോ വ്യക്തികളിലേക്ക് എത്തുകയും അവരുടെ ടാലൻറ്റിനെ കൃത്യമായി റോപ്പ് ചെയ്ത് കണക്ട് ചെയ്തിട്ട് അവർക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ അവരെന്ത് സ്വപ്നമാണ് ആഗ്രഹിക്കുന്നതോ അത് ചെയ്യാൻ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോകത്തുള്ള 193 രാജ്യങ്ങളെയും കേരളത്തിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ അതിൽ തന്നെ 3 കാറ്റഗറികളായിട്ട് ടാൽഡ്രോപ്പ് തിരിച്ചു. ഇപ്പോൾ 46 രാജ്യങ്ങളാണ് വേൾഡിൽ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. സുഡാൻ പോലുള്ള ആഫ്രിക്കൻ കൺട്രീസ് ഒക്കെ വരുന്ന സംഭവം. ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് ആണ് സത്യത്തിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി. ആ രാജ്യങ്ങളുടെ ഡെവലപ്മെൻറ്റ്സ് ആണ് സംഭവം നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ 44 രാജ്യങ്ങളാണ് ഡെവലപ്ഡ് നേഷൻ. ഇപ്പോൾ USA പോലെ UAE പോലുള്ള രാജ്യങ്ങൾ, അവരുടെ ബാക്ക് ഓഫീസാണ് നമ്മൾ. അവർക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്ത് കൊടുക്കുന്ന സ്പേസ് ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. ഇന്ത്യ പോലെ 103 രാജ്യങ്ങൾ ഡെവലപ്പിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇവിടെ 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഡെവലപ്മെൻറ്റ്സ് ഏറ്റെടുത്ത് ചെയ്യാം, ബാക്ക് ഓഫീസ് ആകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം വേൾഡ് 193 രാജ്യങ്ങളുടെയും കൂടെ ഒരു ഹെഡ് ഓഫീസ് ആകാൻ കപ്പാസിറ്റി ഉള്ള ഒരു മണ്ണാണ് കേരളം. ഏത് സ്റ്റാർട്ടപ്പിനും പരാജയപ്പെടാനുള്ള സാധ്യത അത് കേരളത്തിലാണെങ്കിൽ ഒരു 60% മുതൽ 70% വരെ ഉണ്ട് എന്നതാണ് പരക്കെയുടെ ഒരു പ്രചരണം.
സഫീർ എന്താ തോന്നുന്നു? ഇപ്പോൾ 100 സ്റ്റാർട്ടപ്പുകൾ വന്നാൽ അതിൽ 95 പരാജയപ്പെടും നമ്മൾ കാണുന്നുണ്ട്. അതിപ്പോൾ കോർപ്പറേറ്റ് ബാക്ക് ചെയ്താവട്ടെ, കോർപ്പറേറ്റ് ബാക്ക് ചെയ്യാത്തതാവട്ടെ, ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് സക്സസ് ആകണമെങ്കിൽ ഉണ്ടാകുന്ന കുറേ എലമെൻസുകളുണ്ട്. ഇതിനാണ് നമ്മൾ ഈ എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ ലാക്ക് ഓഫ് എക്കോസിസ്റ്റം എന്നുള്ള ഒരു കോൺസെപ്റ്റ് കാരണമാണ് നമ്മൾ ഇവിടെ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകൾ ഫെയിൽ ആവണം. ഒന്ന്, ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഫ്രണ്ട്ലി അല്ല നമ്മളെ നാട് എന്ന് പറയുന്നത്. പാരൻറ്റിങ് മുതൽ തുടങ്ങുന്നതാണ്. ഒരു കുട്ടി ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാരൻറ്റ് പറയുന്ന സംവിധാനം എന്താണ്? നീ ഏതെങ്കിലും ജോലിക്ക് പോകും, അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ നല്ല സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നീ നിനക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തോ എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് പതിയെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2015 നമ്മളൊക്കെ ഇറങ്ങുമ്പോഴേക്കും ഒരു ഓണ്ടർപ്രണേഴ്സ് ആകണം എന്ന് പറയുന്നത് തന്നെ ഒരു അപരാധം പോലെ കണ്ടിരുന്നൊരു സമയമാണ്. സാധാ കച്ചവടങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഇന്നോവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു സമയമായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് മാറി വരുന്നുണ്ട്. അപ്പം മാറി വന്നു എന്ന് പറഞ്ഞാൽ ആശയപരമായിട്ട് ജനങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങണം, സപ്പോർട്ട് ചെയ്യാൻ ഒരു കമ്മ്യൂണിറ്റി വരണം, ഇൻവെസ്റ്റേഴ്സ് വരണം. അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സംശയമുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലേക്ക് ഈ നേഴ്സിംഗ് പഠനം വളരെ പെട്ടെന്ന് വ്യാപിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. മാത്രമല്ല ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാർ വളരെ പെട്ടെന്ന് നാട്ടിലൊരു കൂണ് പോലെ മുളച്ചു വന്നു. ഇതെന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നാട്ടിലുള്ള മനുഷ്യർ തൊട്ടപ്പുറത്തെ അയൽവാസിയിൽ ഒരാൾ, ഇപ്പോൾ ഒരു കോരച്ചേട്ടൻ്റെ മോള് എന്താണ് ഒരു മാത്യു, അല്ലെങ്കിൽ ഒരു സ്മിത അമേരിക്കയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ജർമ്മനിയിൽ പോകുന്നു. അപ്പോൾ ആ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ആൾക്കാർക്ക് ഒരു സ്വപ്നം ഉണ്ടാവുകയാണ്, എൻ്റെ മകൾക്കും ഇവളെ പോലെ പറ്റും എന്ന് പറയുന്നു. അപ്പോൾ ജെസ്സി ജർമ്മനിയിൽ പോയി സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ ദീപ്തിക്ക് എന്തുകൊണ്ട് പൊക്കൂടാതൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു മാതൃക അവരുടെ വീടിൻ്റെ തൊട്ട അയൽവാസമുണ്ട്. ഇതേപോലെയാണ് ഗൾഫിൻ്റെ കാര്യം. അങ്ങനെ ഈ ട്രയൽ ഡ്രോപ്പിന് ഓരോ വീടിൻ്റെയും പേരൻസിനെ സംരംഭകരാകാൻ എൻ്റെ മകനും പറ്റും അവനെ പോലെ എന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മോഡലായി തീരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു മാതൃക ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പം ട്രയൽ ഡ്രോപ്പ് പറയുന്ന സംവിധാനം നമ്മൾ ചെറിയ കമ്പനികൾ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് നമ്പർ ഓഫ് സ്റ്റാർട്ടപ്പ്സ് നമുക്ക് ലോകോകളായാൽ പോരാ. നമ്മൾ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകൾ വേൾഡ് വൈഡ് എത്തണം. അതായത് കേരളത്തിൽ ബിൽഡ് ചെയ്തോ, പക്ഷേ അത് സ്കെയിൽ ചെയ്യണം, ഇൻ്റർനാഷണലി സ്കെയിൽ ചെയ്യണം. അവിടെയാണ് ട്രയൽ ഡ്രോപ്പ് റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, 2030 നമ്മൾ ഗൂഗിൾ ആകണമെന്ന് പറയുമ്പോൾ അവിടെ 3 വെല്ലുവിളികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, നമുക്കൊരു 10,000-ഓളം എഞ്ചിനീയേഴ്സിനെ വേണം. എങ്ങനെ എഞ്ചിനീയേഴ്സിനെ ഉണ്ടാക്കും? 2, 35,000 കോടിയോളം നമ്മൾ അപ്രോക്സിമേറ്റ് ക്യാപിറ്റൽ വേണം. അതുപോലൊരു കമ്പനി ബിൽഡ് ചെയ്യണമെങ്കിൽ 35,000 കോടി ക്യാപിറ്റൽ എങ്ങനെ ഉണ്ടാക്കും? 3, വേൾഡ് വൈഡ് നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വേണം. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ, ഒരു സർവീസ് ഉണ്ടാക്കിയാൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയണം. ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് 2015 ട്രയൽ ഡ്രോപ്പ് ഇറങ്ങുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മൾ സ്റ്റേപ്പ് ബിൽഡ് ചെയ്യണം. അപ്പോൾ അന്ന് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് സ്റ്റേപ്പിന് എന്ത് ചെയ്ത് കേരളത്തിന് പരിചയപ്പെടുത്തിയ ബ്രാൻഡ് അംബാസഡറായിട്ട്. സ്റ്റേപ്പ് എന്തായിരുന്നു? എഞ്ചിനീയേഴ്സിനെയും സയൻറ്റിസ്റ്റിനെയും ബിൽഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ബിൽഡ് ചെയ്യണം. അപ്പോൾ 180-ലധികം എഞ്ചിനീയേഴ്സ് 5 കോടിക്ക് മുകളിൽ സാലറി കൊടുത്ത് നമ്മളൊരു 7 വർഷം കൊണ്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടാണ് കേരളത്തിലെ 10 വയസ്സുള്ള കുട്ടികളിലേക്ക് കൊടുത്തത്. അങ്ങനെ ഉണ്ടായി വന്നതാണ് മഹാദേവ്. ഇപ്പോൾ 18-ാം വയസ്സിൽ ചീഫ് ടെക്നോളജി ഓഫീസർ സ്റ്റേപ്പിൻ്റെ തന്നെ ആയി വന്നിട്ടുള്ള 7 വർഷം എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയർ. ഇങ്ങനെ 1000-ഓളം കുട്ടി എഞ്ചിനീയേഴ്സിനെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടാണ് ആ കൺസേൺ നമ്മൾ ഓവർകം ചെയ്തത്. 10,000 എഞ്ചിനീയേഴ്സിനെ ട്രയൽ ഡ്രോപ്പിന് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. ഇപ്പോൾ റിപ്പോർട്ടും ട്രയൽ ഡ്രോപ്പും കൂടെ കേരളത്തിലെ 14 ജില്ലകളിൽ വേണം നമുക്കും ഒരു സിലിക്കൺ വാലി എന്നുള്ള നമ്മൾ കോൺക്ലേവ് ചെയ്തു. 3000-ലധികം ക്യാമ്പസുകൾ വന്നു. ഈ ക്യാമ്പസുകളിൽ ട്രയൽ ഡ്രോപ്പിന് ഇപ്പോൾ ആക്സസ് ഉണ്ട്. അവിടെ 10 വയസ്സുള്ള കുട്ടികളെ പിക്ക് ചെയ്ത് എഞ്ചിനീയറിംഗിലേക്ക്, ടെക്നോളജിയിൽ താല്പര്യമുള്ള കുട്ടികളെ പിക്ക് ചെയ്യാൻ എല്ലാ സ്കൂളും നമുക്കിപ്പോൾ ഫ്രീഡം തന്നിട്ടുണ്ട്. എനിക്കൊരു 2030 ആണ് സഫീറിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, ഡെഡ് ലൈൻ. 2015 to 2030, 2015 മുതൽ 30 വരെ 15 വർഷം. ഇനി 5 വർഷമേ ബാക്കിയുള്ളൂ. എത്രയുണ്ട് ഈ മിഷൻ പ്ലാൻ സക്സസ് ആവാനുള്ള ഒരു സാധ്യത? ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത്, ആദ്യം നമ്മൾ വരുമ്പോൾ ഇമ്പോസിബിൾ മിഷനായിരുന്നു. സെക്കൻഡ്, നമ്മളതിനെ നിയർലി ഇമ്പോസിബിൾ ആക്കി. ഇപ്പോൾ അതിനെ പാർഷ്യലി പോസിബിൾ ആക്കി എന്ന് പറയാം. അതായത് നമ്മളൊരു 60% കഴിഞ്ഞു, ഇനി ലാസ്റ്റ് 40% ആണ്. ഇപ്പോഴത്തെ നമ്മുടെ ആളുകൾ ചോദിക്കുന്നത്, ഓക്കെ നിങ്ങൾക്ക് 10,000 എഞ്ചിനീയേഴ്സിന് ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ 35,000 കൂടിയൊക്കെ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? കാര്യം ഒന്ന്, ഇത് ബാങ്ക് ഫണ്ട് തരില്ല, ബാങ്ക് ഇങ്ങനെയുള്ള കോൺസെപ്റ്റിന് ഫണ്ട് തരില്ല. 2, ഗവൺമെൻറ്റിന് ഇതുപോലുള്ള ഇനിഷ്യേറ്റീവിൽ ഇത്രയും ഫണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. 3-ാം സംവിധാനം CSR, ഡൊണേഷൻ കൊണ്ട് നടക്കുന്നതല്ല. 4-ാമത് ഒരേ ഒരു ഓപ്ഷൻ കോർപ്പറേറ്റ് ഫണ്ടിങ് ആണ്. പക്ഷേ കോർപ്പറേറ്റ് ഫണ്ടിങ് വന്നു കഴിഞ്ഞാൽ എന്താവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, അവരുടെ പ്രഷർ, നമ്മുടെ ഓണർഷിപ്പും കൊടുത്ത് നാളെ അത് നമ്മുടേതല്ലാതാവും. ഈ മിഷൻ ഒരിക്കലും നടപ്പിലാവില്ല. ഇവിടെയാണ് ട്രയൽ ഡ്രോപ്പ് 140 ഡിജിറ്റൽ അസറ്റ്സ് എന്നൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ സ്റ്റേപ്പ് നമ്മളൊരു ഡിജിറ്റൽ അസറ്റാണ്. നമ്മളൊരു ഡിജിറ്റൽ അസറ്റ്സ് ബിൽഡ് ചെയ്താൽ അത് 1000 കോടി വാല്യുവേഷനിലേക്ക് നമ്മൾ എത്തിക്കുക. അപ്പോൾ 140 ഡിജിറ്റൽ അസറ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് 1,40,000 കോടിയുടെ അസറ്റ് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു 25% ഷെയർ വിറ്റാൽ 35,000 കോടിയാവും. അങ്ങനെയായിരുന്നു നമ്മൾ ആദ്യത്തെ. ഇപ്പോൾ നമ്മുടെ സ്റ്റേപ്പ് ഇത് 1000 കോടിയിൽ ഹിറ്റ് ചെയ്യണം. ഇപ്പോൾ തമിഴ്നാട് ലോഞ്ച് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്റ്റേപ്പിൻ്റെ വാല്യുവേഷൻ 1000 കോടിയാവണം. അപ്പോൾ 2015 ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് 2017 നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് സ്റ്റേപ്പ് എന്നൊരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്തു. 2021 അത് മെമ്മൂട്ടി ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വന്നു. 2022 നമ്മളിത് കേരളം മൊത്തം കോൺക്ലേവിലൂടെ ആ കോൺസെപ്റ്റ് എത്തിച്ചു. ഇപ്പോൾ എന്താണ്, അത് 1000 കോടിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇനി പറയാം, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന്
ഒരു ഡിജിറ്റൽ അസറ്റ് നമ്മൾ ഉണ്ടാക്കും, ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ ഉണ്ടാക്കും. ആ സ്റ്റാർട്ടപ്പ് ഉണ്ടായാൽ അതിന് ഏറ്റവും മിനിമം വാല്യൂവേഷൻ, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർക്കറിയാം 1000 കോടി വാല്യൂവേഷൻ എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂവേഷൻ അല്ല. പക്ഷേ നമുക്ക് ബബിൾ വാല്യൂവേഷൻ ഒന്നും വേണ്ട. റിയലിസ്റ്റിക് ആയിട്ടുള്ള ട്രാൻസ്ഫറബിൾ അസറ്റായിട്ട് നമ്മളൊരു 1000 കോടിയുടെ അസറ്റ് ഉണ്ടാക്കിയാൽ 2030-35 നമുക്ക് ഇത് എക്സിറ്റ് ചെയ്തെടുത്താൽ നമുക്ക് എന്താകും, ക്യാപിറ്റൽ ആവും. ഇത് എവിടെ നിങ്ങൾ സർക്കാരിനെ പ്ലേസ് ചെയ്യുന്നത്? ഇപ്പം സ്റ്റേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ സ്റ്റേറ്റുമായിട്ട് നിങ്ങൾ സഹകരിക്കുന്നുണ്ടോ ഏതെങ്കിലും മേഖലകളിൽ? അങ്ങനെ ആ പ്രപ്പോസൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്റ്റേറ്റ് കൊളാബറേഷൻ ഉണ്ട്? അതെ, ഇപ്പോൾ നമ്മൾ ആദ്യം ഇറങ്ങുന്ന സമയത്ത് തന്നെ ഉള്ള ഒരു കൺസേൺ ആയിരുന്നു. ഓക്കെ, ഇത് നിങ്ങളുടെ കോൺസെപ്റ്റുകൾ ഇപ്പോൾ സ്കൂളുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, കോളേജുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഗവൺമെൻറ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പറ്റുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഏജൻസികളായിട്ട് നമ്മൾ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി അല്ല ഗവൺമെൻറ് അസോസിയേഷൻ. കാര്യം അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളൊരു 20 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് ഒരു വിവരാവകാശം കൊടുത്തിട്ട് നിങ്ങൾ എന്തിനീ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഈ ചെയ്ത എല്ലാ ബ്യൂറോക്രാറ്റ്സും അതിന് മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഗൂഗിളും മൈക്രോസോഫ്റ്റും മെറ്റയൊക്കെ എന്താണ്, ഗവൺമെൻറ് ഉണ്ടാക്കേണ്ട സംവിധാനമല്ല, അത് പ്രൈവറ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ് ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ഭയങ്കര ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഫോ പാർക്ക് ഇവിടെ ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തി, ടെക്നോ പാർക്ക്, സൈബർ പാർക്ക്, ഇവർക്ക് ഭയങ്കരമായ ഇനിഷ്യേറ്റീവ് കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സൈഡ് വളരെ ക്ലിയർ ആണ്, ഗവൺമെൻറ് അത്ര ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആണ് ചോദ്യം, പ്രൈവറ്റ് എന്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടെന്ന് ചോദ്യം. അവിടെ ഒരു പ്ലെയർ വേണം എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ടാൽഡ്രോപ്പ് എന്ത് ചെയ്യുന്നത്, അവിടേക്ക് വരുന്നത്. സഫീർ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളതേ. ഇപ്പോൾ നമ്മൾ ഈ ടാൽഡ്രോപ്പ് എന്ന ആശയം എന്താണെന്ന് പറഞ്ഞു. ഇപ്പോൾ എഞ്ചിനീയർമാരെ സൃഷ്ടിച്ചു, നമ്മൾ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അവിടെ കൊടുത്തു, കുറച്ച് വർക്കൊക്കെ കിട്ടി. പക്ഷേ ഇതെങ്ങനെ നിങ്ങൾ ലോങ് ടേമിൽ സസ്റ്റെയിൻ ചെയ്യുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി എങ്ങനെയായിരിക്കും? അതെ, ഇപ്പോൾ 2015 ടാൽഡ്രോപ്പ് തുടങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 2030 35,000 കോടി ക്യാപിറ്റൽ വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 140 ഡിജിറ്റൽ അസറ്റ്സ് ഉണ്ടാക്കണം, അതിലൂടെ 35,000 കോടി കൊണ്ടുവരണം. ഇപ്പോൾ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊണ്ടുവരണം. അപ്പോൾ അതിൽ സ്റ്റേറ്റ് ലെവൽ എക്കോ സിസ്റ്റം, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം സ്ട്രോങ് ആക്കുന്നു. നാഷണൽ ലെവൽ ഇപ്പോൾ നാഷണൽ മീഡിയാസുമായിട്ട് നമ്മൾ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ട് എന്ത് നാഷണൽ ലെവൽ എക്കോ സിസ്റ്റം ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ലെവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2030 നമുക്ക് ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, 2030 ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഗൂഗിൾ ആകാം. ഈ 3 കാര്യങ്ങൾ, 10,000 എഞ്ചിനീയേഴ്സും 35,000 കോടി ക്യാപിറ്റലും വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ആകാം. പക്ഷേ ചോദ്യം, ഈ 2030 വരെ നമ്മൾ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യും, 2015 മുതൽ 2030 വരെ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ, നമുക്ക് ഒരു റവന്യൂ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ടാൽഡ്രോപ്പ് ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു, യുവർ എക്സ്പെർട്ടൈസ് അവർ എക്കോ സിസ്റ്റം, നിങ്ങളുടെ എക്സ്പെർട്ടൈസ് നമ്മുടെ എക്കോ സിസ്റ്റം കൊണ്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാം. ഈ ബിസിനസ്സാണ് ആക്ച്വലി റവന്യൂ. നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 ഫാക്ടറാണ്. ഒന്ന്, സ്റ്റാഫിൻ്റെ സാലറി കൊടുക്കണം, വെൻഡേഴ്സിന് ഇൻവോയ്സ് ക്ലിയർ ചെയ്യണം, 3 എന്തിട്ടുണ്ട്, ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുക്കണം. ഇത് 3 നടന്നു പോകുന്നിടത്തോളം കാലം നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും. ഇത് 3 ചെയ്തു പോകണം. ഇത് 3 ചെയ്തു പോകാൻ കഴിയുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എന്ത് തീരുമാനിച്ചു, ഓക്കെ, നമുക്ക് ലയബിലിറ്റി തന്നെ. ഇപ്പോൾ ഒരു 50 കോടി രൂപയാണ് ടാൽഡ്രോപ്പ് ഇത്രയും കാലമായിട്ടുണ്ടാക്കിയ ലയബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ലയബിലിറ്റി അതിനാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഈ ലയബിലിറ്റിയെക്കാളും കൂടുതൽ ഫിസിക്കൽ അസറ്റ്സ് നമുക്കുണ്ട്. അതായത് ഫിസിക്കൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളോട് ഇപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് 20 പ്രോജക്റ്റുകളാണ് നമ്മളിപ്പോൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. അതായത് 30 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ പ്രോജക്റ്റിന് നമുക്കറിയാം ഒരു 5-10 വർഷത്തിനുള്ളിൽ അതെന്ത് ചെയ്യും, ഒരു 50 കോടിക്ക് മുകളിൽ അതിൻ്റെ റിയൽ വാല്യൂ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നമ്മുടെ എക്കോ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് നിങ്ങളുടെ ലാൻഡ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ, നമുക്കൊരു സെറ്റ് ഇക്വിറ്റി, വിയർപ്പ് കൂലി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 10% ഇക്വിറ്റി തരണം. അപ്പോൾ ഒരു 50 കോടിയുടെ പ്രോജക്റ്റിൽ ഒരു 5 കോടിയുടെ ഇക്വിറ്റി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വർക്കിൽ, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കയറ്റാൻ. അപ്പോൾ ഒരു 20ഓളം പ്രോജക്റ്റുകളിലാണ് നമ്മളിപ്പോൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ സ്ട്രാറ്റജി. ലയബിലിറ്റി വന്നാൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ അസറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ ഒരു 10x എങ്കിലും ഡിജിറ്റൽ അസറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 20-30% റവന്യൂ നമ്മൾ ഉണ്ടായിരിക്കണം. ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 2030 വരെ നമ്മൾ സസ്റ്റെയിൻ ചെയ്യും. 2030 നമ്മുടെ ഈ മിഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മുന്നോട്ട് പോകാനും കഴിയും. ഒരു കാര്യം കൂടി, ഇപ്പോൾ പല സംശയങ്ങളുണ്ടാവാം. ഒന്ന്, നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്തു, വെരി ഗുഡ്, നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്, നന്നായിട്ട് നിങ്ങളത് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നു. എഞ്ചിനീയേഴ്സിന് നിങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തു, സ്റ്റേപ്പ് അടക്കമുള്ള പദ്ധതികളിലൂടെ നിങ്ങൾ അവരെ പഠിപ്പിച്ചു. പക്ഷേ ഇവരെ കണക്ട് ചെയ്യാൻ ആവശ്യമായ ഡിമാൻഡ് നിങ്ങൾ മാർക്കറ്റിൽ സൃഷ്ടിക്കുന്നില്ല. നിങ്ങളിത് പണിതിട്ടിട്ട് നിങ്ങളങ്ങ് പോയി, പിന്നെന്ത് ചെയ്യും? അങ്ങനൊരു ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻട്രസ്റ്റും അതിനകത്തുണ്ട്, ഒപ്പം തന്നെ മറ്റു ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളെല്ലാം വന്ന് കുട്ടികൾ പഠിച്ചു, ആ കെട്ടിടവും അവിടെയുണ്ട്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞ് നിങ്ങൾ ഇതിൽ വിഡ്രോ ചെയ്താൽ ഈ സിസ്റ്റം എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് വലിയ ക്രിട്ടിക്കൽ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ടോ? അതെ, ഇവിടെയാണ് സത്യത്തിൽ ടാൽഡ്രോപ്പ് പറഞ്ഞത്. ടാൽഡ്രോപ്പിന് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, മാൻ പവർ ഉണ്ട്, ടാൽഡ്രോപ്പ് ഈ ടാലൻസിനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ബിസിനസ്സുകളുടെ നീഡ്, ഇപ്പോൾ നമ്മളെല്ലാ രാജ്യങ്ങളിലും നമ്മുടെ AI ഓട്ടോമേഷൻ നടക്കുന്ന സമയം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മറ്റു ബിസിനസ്സുകൾക്ക് വേണ്ട മാൻ പവർ സപ്ലൈ ഉൾപ്പെടെ ചെയ്തിട്ടാണ്, ഒരു ബാക്ക് ഓഫീസ് സിസ്റ്റം കൂടെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ച്, കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിച്ചെടുത്തത്. നമ്മൾ പറഞ്ഞ സംവിധാനം ഇതാണ്, എല്ലാവർക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേൾഡിലുണ്ട്. പക്ഷേ നമ്മളത് ഇവിടെ മാത്രം കണക്ട് ചെയ്താൽ അത് പോസിബിൾ ആവില്ല. നമ്മൾ വേൾഡിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ കഴിയണം.
അതുകൊണ്ടാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സിസ്റ്റം ഉണ്ടാക്കി. ഇപ്പം ഗൂഗിൾ പേ വന്ന സമയത്ത് ഗൂഗിളിലെ ഒരു എക്സിക്യൂട്ടീവ് നമ്മളെ വിളിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു ഗൂഗിൾ പേ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് അത് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവരുടെ കമ്മ്യൂണിറ്റിയാണ്. യൂട്യൂബും ജിമെയിലും ഡോക്സും ഷീറ്റ്സൊക്കെ തന്നെ അവരെ നല്ലൊരു കമ്മ്യൂണിറ്റി ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ടാൽഡ്രോപ്പ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്സിലേക്ക് ഇറങ്ങിയ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുത്തു. ആ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുത്തിട്ട് ഇനി നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് ഉപയോഗിക്കാൻ കഴിയുന്ന കൺസ്യൂമേഴ്സ് ടാൽഡ്രോപ്പിൻ്റെ ഉണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളോട് നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ 7 സ്റ്റേജും, നിങ്ങൾ ഐഡിയ മുതൽ ആ സംവിധാനം എക്സിക്യൂഷൻ വരെയുള്ള 7 സ്റ്റേജിനുള്ള എല്ലാ എലമെൻസും ഇന്ന് ടാൽഡ്രോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിലുണ്ട്. നിങ്ങൾ വന്ന് സ്റ്റാർട്ടപ്പ് ചെയ്തോ. അപ്പം നിങ്ങളുടെ ഒരു ഇൻവെസ്റ്ററാണ് ടാൽഡ്രോപ്പ്, നിങ്ങളുടെ ഒരു ബിസിനസ് പാർട്ട്ണറാണ് ടാൽഡ്രോപ്പ്. അപ്പം ടാൽഡ്രോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ അത് നമ്മുടെ അസറ്റ് കൂടിയാണ്. അവർക്ക് ചെയ്ത് സക്സസ് ആവട്ടെ. അപ്പോൾ 100 രൂപ 100 രൂപ വേണം ഒരാൾക്ക്, എങ്കിൽ അവർ ടാൽഡ്രോപ്പിൽ വരണ്ട. പകരം 1 കോടി രൂപയുടെ എന്തിട്ടുണ്ട് 74 കോടി, ഒരു 26% ഇക്വിറ്റി ടാൽഡ്രോപ്പിന് തരാൻ അവർ ഓക്കെ ആണോ? അങ്ങനെയുള്ളവരാണ് ടാൽഡ്രോപ്പിൽ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നവരാരും അങ്ങ് പോകുന്നില്ല. ഇവരെല്ലാവരും ടാൽഡ്രോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിലേക്ക് ഒന്നുകിൽ എംപ്ലോയി ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ തന്നെ സ്റ്റാർട്ടപ്പ് ആയിട്ടോ അവർ വരികയാണ്. അതാണ് ഒരു സിലിക്കൺ വാലി മോഡൽ എന്ന് പറയുന്നത്. സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുന്നത് പോലെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. പലപ്പോഴും നമ്മൾ വളരെ ക്രിട്ടിക്കലാണ്. ഏതൊരു പുതിയ സംരംഭം ഉണ്ടെങ്കിലും നമ്മൾ നോക്കും, ഇവൻ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, ഇതെന്തോ തട്ടിക്കാനാണോ വരുന്നതെന്നൊരു സംശയം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് പറ്റിക്കപ്പെട്ടൊരു സമൂഹം കൂടി നമ്മൾ ആട് തേക്ക് മാഞ്ചിയം മുതൽ ഇങ്ങോട്ട് തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഒടുവിൽ ഹൈ റീച്ചിൻ്റെ ഇഷ്യൂ അടക്കം നമ്മുടെ മുന്നിലിടാം. അപ്പോൾ അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയ മലയാളി റിയാക്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നാലും അവൻ പറ്റിക്കപ്പെടും സ്വാഭാവികമായി. അപ്പോൾ അങ്ങനെ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ക്രിട്ടിക്കലായിട്ടുള്ള റിമാർക്സുകളും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ നേരിടുക? ഇപ്പം ടാൽഡ്രോപ്പ് പറഞ്ഞു വരുന്ന ആശയങ്ങളുടെ ഫസ്റ്റ് ഒരു പ്രശ്നം എന്തായിരുന്നു? അത് അമേരിക്കക്കാർ ചെയ്ത സംഭവമായിരുന്നു. ഈവൻ ബ്രിട്ടൻ പോലും സിലിക്കൺ വാലി കോപ്പി ചെയ്യാൻ നോക്കി നടക്കാത്തൊരു കോൺസെപ്റ്റാണ്. അതാണ് കുറച്ച് ചെറുപ്പക്കാർ ഗ്രാമത്തിൽ നിന്ന് വന്ന ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു വന്നവരൊക്കെ ഇറങ്ങി നിന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ എന്തായിരുന്നു, അന്ന് കൺവിൻസിങ് ആയിരുന്നില്ല. അപ്പോൾ സിലിക്കൺ വാലി ഇവിടെ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അടുത്താണ് നമ്മൾ സിലിക്കൺ വാലിയെ പറ്റി പറയുന്നത്. അത് കഴിഞ്ഞ് ടാൽഡ്രോപ്പ് എന്ത് ചെയ്തു, കേരളത്തിലെ ഒരു റീജിയണൽ ഓഫീസുകളായി, ടെക്കീസ് പാർക്കുകളായി, വില്ലേജ് പാർക്കുകളായി, ടാൽഡ്രോപ്പിൽ നിന്ന് ഇറങ്ങുന്ന മാൻ പവർ കിഡിലും സ്റ്റാർട്ടപ്പുകൾ ബിൽഡ് ചെയ്ത് തുടങ്ങി. ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്ക് ആ സ്റ്റേജ് ഓക്കെ സിലിക്കൺ വാലി ആക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ച് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ സ്കൂൾസും കോളേജസും ഒക്കെ കണക്ട് ചെയ്തപ്പോഴേക്ക് അവിടെ നമ്മൾ മനസ്സിലാക്കിയ സംവിധാനങ്ങൾ, വിമർശനങ്ങൾ ഉണ്ടാകുന്നത് 2-3 ആംഗിളിലാണ്. ഒരു ആംഗിൾ നമ്മൾ പറഞ്ഞ കേരളം എന്ന് പറയുന്ന ഒരു ഫിൽറ്റേഡ് കമ്മ്യൂണിറ്റി അല്ല. കേരളത്തിൽ എല്ലാവരും ഉണ്ട്. അതായത് കേരളത്തിൽ വലിയ ബിസിനസ് സംരംഭങ്ങൾ ചെയ്ത് വിജയിച്ചവരുണ്ട്, പരാജയപ്പെട്ടു പോയവരുണ്ട്, ലോകത്ത് വേറെ കേരളം വിട്ട് പുറത്തു പോയിട്ടില്ലാത്ത ആളുകളുണ്ട്, പഠിച്ചവരുണ്ട്, പഠിക്കാത്തവരുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു ഫിൽറ്റർ ചെയ്യപ്പെടാത്ത കമ്മ്യൂണിറ്റിയാണ്. പലരും നമ്മളോട് പറയും നിങ്ങൾ ദുബായിൽ വന്ന് ചെയ്യും, ഭയങ്കര ഈസിയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഫിൽറ്റർ ചെയ്യപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ. അപ്പോൾ അവിടെ അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്ന സംവിധാനം. ഇവിടെ അങ്ങനെയല്ല. എല്ലാവരും ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ അവർക്കുണ്ടാകും, അവർക്ക് കൺസേൺസ് ഉണ്ടാകും. ചില ആളുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർക്ക് ആയുഷ്കാലം സൂചിച്ച് ജീവിക്കാനുള്ള സ്വത്തും സമ്പാദ്യം ഉണ്ടായിരിക്കും. ജസ്റ്റ് ഫോണിലിരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതിയായിരിക്കും. ചിലവർക്ക് സേഫ് ജോബായിരിക്കും, എന്ത് മലവെള്ളപ്പാച്ചിൽ വന്നാലും അവരുടെ ജോലി പോകില്ല എന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായി അവരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളുണ്ടാവും. അവർ പറയും. ചില ആളുകൾ, വളരെ കുറച്ച് പേര് മാത്രമേ എന്തിട്ടുണ്ട് അവരുടെ മുഖം കാണിച്ചിട്ടൊന്ന് വിമർശിക്കുകയുള്ളൂ. ബഹുഭൂരിപക്ഷം ആളുകളും ഫേക്ക് ഐഡൻറ്റിറ്റിയിലും ഫേക്ക് പ്രൊഫൈലുകളിലും വന്ന് പറയും. അവിടെ നമ്മൾ മനസ്സിലാക്കിയ സംവിധാനമാണ്, ടാൽഡ്രോപ്പിനെ വിമർശിക്കുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 100 പേരും കൂടി അപ്പുറത്തുണ്ട്. ഇപ്പോൾ 2015 ഞാൻ ഈ ഒരു ആശയമായിട്ട് ആദ്യമായിട്ട് പോയി പറയുന്ന ഒരാളുണ്ട്. പാങ്ങോട് KVUP സ്കൂളിലെ യഹിയ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ നൈബറാണ്. ഈ ഒരു സാറിൻ്റെ അടുത്താണ്, ഈ ഒരു അധ്യാപകൻ്റെ അടുത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഈ കോൺസെപ്റ്റ് പറയുന്നത്. ഗൂഗിൾ പോലെ ഒരു കമ്പനി ബിൽഡ് ചെയ്യണമെന്നും 10-35 കോടി ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നും കേരളത്തിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നീ പിൻവാങ്ങുന്നത് വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഇന്നും എൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം, എൻ്റെ നാട്ടിൽ പാങ്ങോട് എന്നൊരു ഗ്രാമത്തിലുള്ള. അപ്പോൾ അന്ന് ആ യഹിയ എന്ന് പറയുന്ന ഒരു അധ്യാപകനിൽ തുടങ്ങിയ സപ്പോർട്ട് ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ടാൽഡ്രോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇപ്പുറത്ത് എന്താണ്, ഒരു 2015 മുതൽ ഇതുവരെ ടാൽഡ്രോപ്പ് ഒരു പെറ്റി കേസ് പോലും ഉണ്ടാക്കാത്തൊരു കമ്പനിയാണ്. കാര്യം നമ്മൾക്കറിയാം നമ്മൾ ലോങ് ടൈം മിഷനിലാണ് പോകുന്നത്. നമ്മൾ ഇമോഷണലായിട്ട് ഓരോ കാര്യങ്ങളും പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊരിക്കലും പോസിബിൾ ആവില്ല. ലോജിക്കലി നമുക്കിത് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം നമ്മൾ വലിയ ലോങ് ടൈം മിഷനിൽ പോകുന്നത് കൊണ്ടുള്ള സംവിധാനം. അപ്പോൾ വിമർശനങ്ങൾ വരുമ്പോൾ നമ്മുടെ തന്നെ മനസ്സിലുണ്ട് എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ യേശുക്രിസ്തുവും പ്രവാചകന്മാരും ഒക്കെ വിമർശിക്കപ്പെട്ട ഒരു നാട്ടിൽ ഞാൻ വിമർശനത്തിന് അതീതമൊന്നുമല്ല, നമ്മൾ വിമർശിക്കപ്പെടും. പക്ഷേ നമ്മളുടെ റിസൾട്ട് ഉണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നമ്മുടെ ക്വാളിറ്റി ആയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഇൻറ്റൻഷൻ ക്ലിയർ ആണ് നമുക്കറിയാം. 2, നമ്മൾ അലസത പിടിച്ചിരിക്കാത്തിടത്തോളം കാലം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകും. ഈ റിസൾട്ടാണ് വിമർശനങ്ങൾക്കുള്ള മറുപടി. ഒരിക്കലും നമ്മൾ വിമർശനത്തിന് ഡയറക്റ്റ് പോയി മറുപടി വരാൻ നിന്നാൽ ഇത് എന്നും
വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വിമർശനത്തിന് ഒരു വരയായി കണ്ടു, ആ വരയെ നമ്മൾ മാറ്റാതെ അതിന് മുകളിൽ വലിയ വരകൾ വരയ്ക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വന്നു. അങ്ങനെ ടാൽഡ്രോപ്പിൻ്റെ റിസൾട്ടുകൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ ആക്രമിക്കുന്ന ഒരു 10 പേര് വന്നാൽ പ്രതിരോധിക്കുന്ന ഒരു 100 പേര് വരും. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ ടീം മെമ്പേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, 1-2 വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ നിരുത്സാഹപ്പെടരുത്. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന യഹ്യ സാറിനെ പോലുള്ള അതുപോലുള്ള അധ്യാപകരെ പോലെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സും നമ്മുടെ സ്റ്റുഡൻസും നമ്മുടെ പാരൻസും നമ്മുടെ ടീം മെമ്പേഴ്സും അടങ്ങുന്ന ഒരു ആയിരക്കണക്കിന് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല, പരാജയപ്പെടില്ല. അങ്ങനെയാണ് നമ്മൾ വിമർശനങ്ങളെ അതിജീവിച്ചത്. ഇതിനകത്ത് ഞാൻ സഫീറിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സഫീർ ഒരു എത്തിക്കൽ ഹാക്കറാണ്. അദ്ദേഹത്തിന് SBIയുടെ അടക്കമുള്ള പുരസ്കാരങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ അദ്ദേഹം പ്രാവീണ്യം തെളിയിച്ച ആളാണ്. ഒരു പക്ഷേ വിദേശത്ത് ജോലി കിട്ടിയിരുന്നു അല്ലേ സഫീർ? പല ഓഫറുകളും അദ്ദേഹം സ്വീകരിച്ചതെങ്കിൽ സഫീർ പുറത്ത് പോകുമായിരുന്നു. അപ്പോൾ സഫീർ ഇങ്ങനെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഐഡിയ അദ്ദേഹം ഗ്രാമത്തിലേക്ക് കൊടുത്തു, സർക്കാരിലേക്ക് അറിയിച്ചു. അപ്പോൾ വലിയ സ്വീകരണമാണ് പല തലങ്ങളിലും കിട്ടുന്നത്. MLA-മാരൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് സഫീറിന് പിന്നാലെ ഉള്ളു അല്ലേ, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും നമുക്ക് സിലിക്കൺ വാലി വരട്ടെ, ഓരോ ഗ്രാമങ്ങളിലും സിലിക്കൺ വാലി വരട്ടെ. നമുക്ക് നല്ലൊരു എൻവയോൺമെൻ്റ് ഉണ്ട്, ഒരു നല്ല യൂത്ത് ഉണ്ട്, ആസ്പയറിംഗ് ആയിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ ആ പ്രത്യാശാഭരിതമായ ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ താങ്കളുടെ ക്യാപിറ്റൽ. അതെ. അപ്പോൾ എല്ലാവിധ ആശംസകളും സഫീർ. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.